നമസ്കാരം, ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പച്ചടിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പച്ചടി. ഇത് നമുക്ക് വീട്ടിൽ പച്ചക്കറികളോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ ഒന്നും ഇല്ലാത്ത സമയത്ത് അതൊന്നും ചേർക്കാതെ തയ്യാറാക്കാൻ പറ്റിയ പോഷകസമ്പുഷ്ടമായ ഒരു പച്ചടിയാണിത്. ഇതൊരു തമിഴ്നാട് റെസിപ്പിയാണ്. തഞ്ചാവൂർ സൈഡിലൊക്കെ തയ്യാറാക്കാറുള്ള, പാരമ്പര്യമായിട്ട് അവർ തയ്യാറാക്കാറുള്ള ഒരു പച്ചടിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഉഴുന്ന് കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഇതിൻ്റെ പേര് പറയുന്നത് ടാങ്കർ പച്ചടി എന്നാണ്. പേര് കേട്ടിട്ട് വരലണ്ട, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ രുചികരമായ രീതിയിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പച്ചടിയാണിത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പോളം നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട്, പുളിയില്ലാത്തത്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്, മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരല്പം കായപ്പൊടി, കറിവേപ്പില, പച്ചക്കൊത്തമല്ലി, ഇത്രയൊക്കെ നമുക്ക് മതിയാകും. ഇതുകൊണ്ട് നമുക്ക് വളരെ രുചികരമായ ഈ ടാങ്കർ പച്ചടി തയ്യാറാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ഉഴുന്നൊന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം, നല്ല ചുവക്ക് ഒന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ ഒരു പാൻ വെച്ച് ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഉഴുന്ന് ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചോളൂ, എന്നാലേ നമുക്ക് പാകത്തിന് അത് വെന്ത് കിട്ടത്തുള്ളൂ. ഈ പച്ചടിക്ക് ഈ പേര് വരാൻ കാരണം ഇതൊരു മഹാരാഷ്ട്ര പേരാണ്. ശരിക്കും ടാങ്കർ എന്ന് പറയുന്നത് ഉഴുന്നെന്നാണ് അർത്ഥം. ഇത് മഹാരാഷ്ട്രയിൽ നിന്ന്, പണ്ട് കാലത്ത് മഹാരാഷ്ട്രയിൽ നിന്ന് തഞ്ചാവൂർ കുടിയേറിയ അവരുടെ പക്കൽ നിന്ന് മനസ്സിലാക്കിയൊരു റെസിപ്പിയാണിത്. അവർ തയ്യാറാക്കാറുള്ള ഒരു റെസിപ്പിയായിരുന്നു. ഇപ്പോൾ ഇത് തഞ്ചാവൂറുകാരുടെ പാരമ്പര്യ രീതിയിലുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് പറയുന്നത്. പണ്ട് കാലത്ത് ഇത് കറുത്ത ഉഴുന്നിലാണ് തയ്യാറാക്കിയിരുന്നത്. ഇപ്പോൾ പിന്നെ അത് എല്ലാവരും ഈ വെളുത്ത ഉഴുന്നിലേക്ക് മാറിയിട്ടുണ്ട്. കറുത്ത ഉഴുന്നാകുമ്പോൾ കുറേ കൂടെ ഗുണമാണ് വെളുത്ത ഉഴുന്നിനേക്കാളും. അപ്പോൾ ഞാനിന്ന് വെളുത്ത ഉഴുന്നിലാണ് തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് നല്ല ചുമക്ക് ഒന്ന് മൂപ്പിച്ചെടുത്ത് പൊടിച്ച് വേണം ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഈ ഉഴുന്ന് ഞാനിവിടെ ഒരുവിധം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതാ നല്ലവണ്ണം നല്ല ചുമക്ക ഒന്നായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വെച്ച് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കാം. നല്ലതുപോലെ പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കുകയാണ്. നമ്മുടെ ഉഴുന്ന് ഇവിടെ നല്ലവണ്ണം തണുത്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ മിക്സിയുടെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഞാനിവിടെ എടുത്ത് വെച്ചിരുന്ന 1 കപ്പോളം തൈര് അത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. കട്ടയൊന്നുമില്ലാത്ത രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. ഇതിന് ശേഷം നമ്മൾ ശരിക്കും പറഞ്ഞാൽ കിച്ചടി പോലെ അല്ലല്ലോ, അല്പം പച്ചടിയായിട്ട് തയ്യാറാക്കുന്നുണ്ട്. ഒരല്പം ലൂസായിട്ടിരിക്കണം, അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ഒത്തിരി ചേർത്ത് കളയരുത്, പുളിശ്ശേരി പോലെയൊന്നും ആയിപ്പോരുത്. ഒരല്പം വെള്ളം, ഒരു 2-3 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാനിത് ഒരു വലിയ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ആ പൊടിയെല്ലാം ഇട്ട് കലക്കണമല്ലോ, അതുകൊണ്ട് ഒരല്പം കൂടെ വലിപ്പമുള്ളൊരു ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പൊടിച്ച് വെച്ചിരുന്ന പൊടി 2 ടേബിൾ സ്പൂണാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. നമുക്ക് 1 കപ്പ് തൈരിന് 2 ടേബിൾ സ്പൂണോളം ഉഴുന്നുപൊടി മതിയാകും. ഈ ഉഴുന്നുപൊടി ചേർത്ത് നല്ലതുപോലെ ആ കട്ടയൊന്നും കെട്ടാത്ത രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടോ, ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അല്പം പോലും കട്ടയില്ലാത്ത രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഞാനിതിലേക്ക് ഒരു 1 ടീസ്പൂണോളം 1 കപ്പിന് 1 ടീസ്പൂണ് കായപ്പൊടി വേണം, എങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു സ്വാദ് ഉണ്ടാകത്തുള്ളൂ. പിന്നെ 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. പാരമ്പര്യ രീതിയിൽ തയ്യാറാക്കുന്നവർ പച്ചമുളക് ചേർക്കാറില്ല. ഞാനിപ്പോൾ ഒരു അല്പം എരിവിന് വേണ്ടിയിട്ട് 1 പച്ചമുളക്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതിയാകും, ഇല്ലെങ്കിൽ കായപ്പൊടിയും ഉപ്പും ചേർത്താൽ മതിയാകും. പിന്നെ ഒരല്പം മല്ലിയിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒന്ന് കടുക് വറുത്ത് ചേർക്കണം. ഞാനിവിടെ ഒരു പാൻ വെച്ച് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് കടുകും കറിവേപ്പിലയും ചേർക്കാം. വറ്റൽമുളക് ചേർക്കുന്നില്ല, കടുകും കറിവേപ്പിലയും മാത്രം മതിയാകും. കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്ത് പച്ചടിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും തന്നെയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ സിമ്പിളായൊരു പച്ചടിയാണ്. പക്ഷേ വളരെ വളരെ പോഷക സമ്പുഷ്ടമായ ഒരു പച്ചടിയാണിത്. രുചിയും അതുപോലെ തന്നെയാണ്.
വളരെ ടേസ്റ്റിയായ ഒരു പച്ചടിയാണിത്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റുമല്ലോ. ഒരു വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു സ്പെഷ്യൽ വെറൈറ്റി രീതിയിലുള്ള ഒരു പച്ചടിയായിട്ട് നമുക്കിത് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിലും വളരെ പോഷകസമ്പുഷ്ടമാണല്ലോ, ആരോഗ്യപ്രദമായ ഒരു പച്ചടിയാണിത്. നിങ്ങളും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. ഈ പച്ചടി നമുക്ക് ചോറിനൊപ്പം സാമ്പാറോ തീയലോ ഒക്കെ വയ്ക്കുന്ന ദിവസങ്ങളിൽ, അല്ലെങ്കിൽ സാമ്പാർ സാദത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. നിങ്ങൾക്കും ഇത് ചെയ്തു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക. എൻ്റെ ഈ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും നമുക്ക് ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റിയായ ആരോഗ്യപ്രദമായ വെറൈറ്റിയായ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം.